ഫ്രണ്ട്സേ ധന്യാണേ. മൈത്രേൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടിരുന്നു കേട്ടോ. അതായത് മുസ്ലിമായ സ്ത്രീകൾ പർദ്ദയിടുന്നത് അവർക്ക് അവരുടെ ഫ്രീഡം ഒന്നും പുറത്ത് കൊണ്ടുവരുന്നില്ല, ഭർത്താവിൻ്റെ അടിമയായിട്ട് ജീവിക്കുകയാണ്, പിന്നെ ഭർത്താവിൻ്റെ കൃഷിയിടമാണ് പെണ്ണുങ്ങൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞാനൊരു വീഡിയോ കണ്ടത്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. അതിന് പുറമെ ഒരു കാര്യം കൂടെ പറയുകയാണ്. വിശുദ്ധ ഖുർആനിൽ പിന്നെ മനുഷ്യനെ ഉപകാരമുള്ള ഒന്നും തന്നെ ഇല്ല എന്നും പറയുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാനിവിടെ പറയണം. പരസ്ത്രീ ബന്ധം പാടില്ല എന്നും പലിശ ഹറാമാണെന്നും അതുപോലെ സഹജീവികളെ പിന്നെ സ്നേഹിക്കണം, പിന്നെ സ്വന്തം അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കുന്നവൻ പിന്നെ എൻ്റെ മതത്തിൽപ്പെട്ടവനല്ല, അല്ലെങ്കിൽ എൻ്റെ മതചാരപ്രകാരമുള്ള ആളല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഇത് ഒരു മനുഷ്യന് ഉപകാരപ്പെട്ട കാര്യമല്ലേ? ഇനി രണ്ടാമത്തെ കാര്യം, പിന്നെ ഭർത്താവിൻ്റെ അടിമയാണ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൃഷിഭൂമിയാണ് ആ പെണ്ണ് എന്നാണ് പറയുന്നത്. മറ്റുള്ള ആണുങ്ങളുമായിട്ടുള്ള ബന്ധം എന്തിനു വേണം? അവനവൻ്റെ കൃഷിയിടത്തിൽ വിത്ത് വിതയ്ക്കുകയോ വിത്ത് പാകുകയോ ഒക്കെ ചെയ്ത് തലമുറകൾ ഉണ്ടാക്കുക, അതാണ് വേണ്ടതെന്നാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത് തന്നെ. അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാൻ ഈ മൈത്രേന് കഴിയില്ല. കാരണം മൈത്രേൻ ഒരു പെണ്ണിനോടല്ല, പല പെണ്ണിനോടു കൂടെ പല പെണ്ണിൻ്റെയും എന്താ പറയുക, പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ആളെ പോലെ, ഈ മൈത്രേയനെ പോലെ തന്നെ മറ്റുള്ളവരും ആകണമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ മൈത്രേയ? എന്തായാലും അതിമോഹമാണ്, അതിമോഹം.